തീർക്കുന്നില്ല. ഇല്ല, കുതിരവട്ട പപ്പു സിനിമയെ പറഞ്ഞത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാല് ജലവകുപ്പ് ഒന്നും ചെയ്തില്ല. അപ്പൊ കോൺട്രാക്ടർമാരെന്ത് പറയുന്നു? ഞങ്ങൾക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങള് പണി ചെയ്യാതെ ഇവിടെ പെൻഡിങ് കിട്ടുക പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ വെറുതെ എന്തിനാ? കാശില്ലെങ്കിൽ പണിക്ക് പോണേന് സർക്കാർ. നമസ്കാരം. പോലീസിലെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്തണമെന്ന് പിണറായി വിജയനോട് ആവശ്യപ്പെട്ട ആലുവ MLA അൻവർ സാദത്ത്. പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പിണറായി വിജയൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് എങ്കിലും ഒരു ചുക്കും നടക്കുന്നില്ല എന്ന് അൻവർ സാദത്ത് വ്യക്തമാക്കി. ആഭ്യന്തരം വൻ പരാജയമാണ് എന്ന് വിളിച്ചു പറയുകയായിരുന്നു ആലുവ MLA. ഇതോടെ വിഷയത്തിൽ സ്പീക്കർ ഇടപെട്ട് ചുരുക്കി പറയണമെന്നും വിഷയം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും പറയേണ്ടത് പറയാതെ താൻ ഇരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അൻവർ സാദത്ത് തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക്. ഞാൻ ഉന്നയിക്കുന്ന വിഷയം, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പഞ്ചായത്ത് റോഡുകളിലും PW റോഡുകളിലും സഞ്ചാരയോഗമല്ലാതെ, അതുപോലെ അവർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ താറുമാറായി കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. സാർ, അതിനകത്ത് നമുക്കറിയാം, ഇന്ന് പഞ്ചായത്ത് മെമ്പർക്കും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളൊക്കെ ജനങ്ങളുടെ പരാതി കേട്ട് മടുത്തു. ജനങ്ങൾ ഞങ്ങളെ പഴി പറയുകയാണ്. അതൊരു വസ്തുതയുമാണ്. കാരണം ഈ റോഡുകൾ നന്നാവുന്നില്ല. എന്താണ് കാരണം? ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കായി സംസ്ഥാനത്തിന് ത്രിതല പഞ്ചായത്ത് പരിധിയിൽ വരുന്നതും PWയുടെ പരിധിയിൽ വരുന്നതുമായ റോഡുകൾ സൈഡുകളിൽ കുഴിയെടുത്ത് പൈപ്പിടൽ പ്രവൃത്തി നടത്തി. പക്ഷേ അത് സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുന്നില്ല. സാർ, എൻ്റെ പഞ്ചായത്തുള്ള ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, ശ്രീമൂലകരം, കാഞ്ഞൂര്, എടത്തല, കീഴ്മാട്, ഇത്തരം പഞ്ചായത്തുകൾ, ഇത് എൻ്റെ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ ഇരിക്കുന്ന MLA-മാരുടെ എല്ലാവരുടെയും നിയമസഭാ മണ്ഡലത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലെയും ദുരിതം ഇതാണ്. കാരണം എല്ലായിടത്തും നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മഴ പെയ്തോടുകൂടി ഒരു രക്ഷയുമില്ല, തെന്നി വീഴുകയാണ്, കുഴികൾ വീഴുന്നു, ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റുന്നു, വണ്ടികൾക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം സർക്കാർ നോക്കുകുത്തിയാവുകയാണ്. സാർ, ഇതിന്റെ പ്രധാനമായി ഞങ്ങൾ നിരന്തരമായി മീറ്റിങ്ങുകൾ വിളിക്കുന്നു. ഇപ്പൊ എന്റെ പ്രധാനപ്പെട്ട റോഡ് ആലുവ പെരുമ്പാവൂർ റോഡ് 10/15/2023 7-8 മാസമായി. അന്ന് PWD പെർമിഷൻ കൊടുത്താണ്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം, ജലവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികൾക്ക് കത്തെഴുതി ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് എത്രയും വേഗം അത് നടപ്പിലാക്കാനുള്ള NOC കൊടുക്കുവാൻ, അതിന്റെ കാര്യങ്ങൾ മുൻകൈ എടുത്തിറങ്ങണമെന്ന് MLA-മാർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കത്ത് നൽകി. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അങ്ങനെയാണ് ഈ റോഡിന് പെർമിഷൻ ഞങ്ങളോട് മുൻകൈ എടുത്ത് പെർമിഷൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായത്. ഈ ആലുവ പെരുമ്പാവൂർ റോഡ് സാർ ഇന്ന് വളരെ മോശമായി കിടക്കുകയാണ്. സാർ, അവിടുത്തെ ജനങ്ങൾ പഴി പറയുകയാണ്. ഭരണകക്ഷി പറയും MLA-യുടെ കുഴപ്പമാണെന്ന് പറയും. അതാണ് ഭരണകക്ഷി പറയും MLA-യുടെ കുഴപ്പമാണെന്ന് പറയും. ജനങ്ങൾ പറയുന്നത് തെറ്റില്ല. കാരണം ജനങ്ങൾ സാർ, ഇത് വളരെ ഗൗരവമായ വിഷയം കൊണ്ട് ഗൗരവമായ സാർ. അപ്പോൾ ആ ആലുവ പെരുമ്പാവൂർ റോഡ് ഇന്ന് വളരെ ഗുരുതരമായ കുഴികളായിട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞേ, ആ 8 മാസമായി ജലജീവൻ മിഷന് വേണ്ടി വിട്ടുകൊടുത്ത് NOC കൊടുത്തിരിക്കുന്നത് തീർക്കുന്നില്ല. ഇല്ല, കുതിരവട്ട പപ്പു സിനിമയെ പറഞ്ഞത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാല് ജലവകുപ്പ് ഒന്നും ചെയ്തില്ല. അപ്പൊ കോൺട്രാക്ടർമാരെന്ത് പറയുന്നു? ഞങ്ങൾക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങള് പണി ചെയ്യാതെ ഇവിടെ പെൻഡിങ് കിട്ടുക എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ വെറുതെ എന്തിനാ? കാശില്ലെങ്കിൽ പണിക്ക് പോണേന് സർക്കാർ. അതാണ് ന്യായമായി ചോദിക്കുന്നത്. ഈ ജനങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. സാർ, എന്തിനു സാർ ഇത് അവസാനിപ്പിക്കാണ്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ ജലവകുപ്പ് അല്ലല്ല, സബ്മിഷനാണ്. സബ്മിഷൻ ഇങ്ങനെ സമയം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ബഹളം വെച്ചാൽ പറ്റില്ല. സബ്മിഷന് നോ 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 സബ്മിഷന് 2 മിനിറ്റ് ആണ്. അങ്ങ് 3.5 മിനിറ്റ് എടുത്തു. കൺക്ലൂഡ് ചെയ്യൂ സാർ. കൺക്ലൂഡ് ചെയ്യാം സാറേ. ഇത് ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിച്ചത്. എല്ലാം അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് എത്രയും വേഗം ഇത് നടപ്പിലാക്കണേ. സർക്കാർ കാശ് കൊടുക്കണം. പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പൈസ കൊടുക്കണം. അത് കൊടുത്ത് എത്രയും വേഗം റോഡ് സഞ്ചാരമാക്കുക എന്നാണ്
എൻ്റെ അഭിപ്രായം.